ദൈവത്തിൻ്റെ കയ്യൊപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കാത്തിരുന്നോളൂ. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാകാൻ പോകുകയാണ്. നിക് വുജിസിക്കിൻ്റെ വാക്കുകളാണിത്. കൈകാലുകളില്ലാതെ ജനിച്ച നിക് വുജിസിക്കിൻ്റെ വാക്കുകൾ. ജനിച്ചു വീണ കുഞ്ഞിനെ നഴ്സ് മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പെറ്റമ്മ ഒന്നേ നോക്കിയുള്ളൂ. അവർ ബോധം കെട്ടു. പിന്നീട് മാസങ്ങളോളം തൻ്റെ കുഞ്ഞിനെ നോക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. ആരു കണ്ടാലും അറയ്ക്കുന്ന ഒരു രൂപം. തൊലി ഉരിച്ച് 2 കാലുകളും മുറിച്ചു നീക്കിയ ഒരു കോഴിക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു ജനിച്ചപ്പോൾ തനിക്കെന്ന് നിക് വുജിസിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരോ പറഞ്ഞ അറിവായിരുന്നു അത്. ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ് നിക് വുജിസിക്ക്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്. സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വിജയിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന നിക് വുജിസിക്ക് ലക്ഷക്കണക്കിന് ആളുകളെ തൻ്റെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിക്കാനും വിജയിക്കാനും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന നിക് വുജിസിക്ക് 1982 ഡിസംബർ മാസം 4-ാം തീയതി ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ ടെട്രാ അമേലിയ സിൻഡ്രം എന്ന അപൂർവ രോഗമാണ് അദ്ദേഹത്തെ വരവേറ്റത്. കൈകളും കാലുകളുമില്ലാത്ത ഒരു വികൃത രൂപം. താൻ നൊന്ത് പ്രസവിച്ച മകനെ കണ്ട് മാതാവ് ഞെട്ടിപ്പോയി. ആ ഞെട്ടലിൽ നിന്ന് അവർക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ മാസങ്ങളെടുത്തു. തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു നിക്കിൻ്റെ മാതാപിതാക്കൾ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് സമാധാനിച്ചു. ദൈവം തൻ്റെ മകനെക്കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഉദ്ദേശിച്ചു കാണും. ഏതായാലും ദൈവം തന്ന സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കാനും നിക്കിന് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനയും അവസരങ്ങളും നൽകാനും അവർ തീരുമാനിച്ചു. അംഗവൈകല്യം വന്നവർക്ക് പഠിക്കാൻ പ്രത്യേകം സ്കൂളുകൾ ഉണ്ടായിരുന്നു എങ്കിലും തൻ്റെ മകൻ സാധാരണ കുട്ടികളുമായി ജീവിതം പങ്കിടുന്നതാണ് നല്ലതെന്ന് അവർ കരുതി. എന്നാൽ സ്കൂളിൽ അവന് വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിക്കിനെ കൂട്ടത്തിൽ കൂട്ടുവാൻ ഭൂരിഭാഗം സഹപാഠികളും വിമുഖത കാണിച്ചു. മാനസികമായി തകർന്ന നിക്ക് ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്നാൽ മരിക്കണമെങ്കിൽ പോലും പരസഹായമില്ലാതെ കഴിയില്ല എന്ന അവസ്ഥയിലുള്ള നിക്കിന് ആത്മഹത്യ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. വളരെ നിരാശനായി കഴിഞ്ഞിരുന്ന നിക്കിന് പ്രചോദനം നൽകി തട്ടി ഉണർത്തിയത് സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. അവർ പറഞ്ഞു, നിക്ക്, നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിധിയെ ജീവിക്കുന്നവർക്ക് നീ ഒരു പ്രചോദനമായി വളരണം. നിന്റെ മുഖത്തെ മ്ലാനത മാറ്റി നീ പ്രസരിപ്പോടെ സംസാരിക്കണം. നിന്റെ പ്രസരിപ്പ് മറ്റുള്ളവരിലേക്ക് പകരണം. മറ്റുള്ളവർക്ക് തോന്നണം, നിക്കിന് ഇത്രമാത്രം സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കെന്തുകൊണ്ടായിക്കൂടാ. ഈ വാക്കുകൾ നിക്കിൽ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉണർത്തി. ദൈവം ഒരു തൂപ്പുകാരിയിലൂടെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നിക്ക് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നിക്ക് തൻ്റെ രീതികൾ മാറ്റാൻ തീരുമാനിച്ചു. സ്കൂളിലെ കൂട്ടുകാർക്കിടയിൽ ദൈവത്തിൻ്റെ കൃപയെയും കാരുണ്യത്തെയും കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആദ്യം ഓരോരുത്തരോടും, പിന്നീട് 2-3 പേരുള്ള ചെറിയ സംഘത്തോടും നിക്ക് പ്രസംഗിച്ചു. കുട്ടികൾ അവനെ കളിയാക്കി ചിരിച്ചു. ദൈവത്തിന് ഇത്രയ്ക്ക് സ്നേഹവും കരുണയും നിന്നോടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് തവളക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു? നിനക്ക് ശരിയായ രീതിയിൽ അവയവങ്ങൾ തരാൻ നീ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്ക്. ആദ്യഘട്ടത്തിൽ നിക്കിന് ഈ പരിഹാസങ്ങൾ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എനിക്ക് മാത്രമെന്തേ ഇങ്ങനെ? എന്നെപ്പോലെ ഇത്രമാത്രം കഷ്ടതയോടെ ജനിച്ച ആരെങ്കിലും ഉണ്ടാകുമോ? അവൻ്റെ പിഞ്ചു മനസ്സു തേങ്ങി. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ ആശ്വസിപ്പിച്ചു. നിക്ക്, ഈ ലോകത്ത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഓരോ ജീവിക്കും ദൈവം ഓരോ നിയോഗം നൽകിയിട്ടുണ്ട്. നിന്നെ ഈ നിലയിൽ ജനിപ്പിച്ച ദൈവത്തിന് നിന്നെക്കൊണ്ട് എന്തെങ്കിലും പദ്ധതികൾ കാണും. ആ പദ്ധതികൾ എന്താണെന്ന് നിനക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. ഇതിനിടയിൽ നിരാശനായ അവൻ ചിന്തിച്ചു, ദൈവം എന്തു പദ്ധതികളാണ് കൈകളും കാലുകളുമില്ലാത്ത എന്നെക്കൊണ്ട് നടപ്പാക്കാൻ പോകുന്നത്? ആ പദ്ധതികളെല്ലാം കൈകാലുകളുള്ളവരെ കൊണ്ട് ദൈവത്തിന് ചെയ്യാമല്ലോ. പിന്നെ എന്തിനാണ് ഈ ജീവിതം? ഈ വികൃത രൂപവുമായി ജീവിതം തള്ളി നീക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്നാൽ ആത്മഹത്യ ചെയ്യണമെങ്കിലും പരസഹായം ആവശ്യമായിരുന്നു എന്ന യാഥാർത്ഥ്യം അവനെ ഞെട്ടിച്ചു. തന്നോട് അല്പമെങ്കിലും കാരുണ്യം കാണിച്ചിട്ടുള്ളത് സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, മരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ?
അവർ നിക്കിനെ ആശ്വസിപ്പിച്ചു. എനിക്കെന്തൊക്കെ പ്രാരാബ്ധങ്ങളുണ്ടെന്ന് നിക്കിനറിയാമോ? ഈ വിഷമതകൾക്കിടയിലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, അവർ പറഞ്ഞു. എന്നാൽ എന്നെ മരിക്കാൻ ഒന്ന് സഹായിക്കൂ, പ്ലീസ്. നിക്ക് തേങ്ങി. നോക്കൂ നിക്ക്, ദൈവം തന്ന ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അതു ദൈവനിഷേധത്തേക്കാൾ വലിയ പാപമാണ്. പിന്നെ ഞാൻ എന്തു ചെയ്യണം? അവൻ്റെ സ്വരം ദയനീയമായിരുന്നു. അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നോക്കൂ നിക്ക്, ദൈവം നിനക്ക് ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ നിനക്കെന്താണ് ഉള്ളത് എന്ന് ചിന്തിക്കൂ. നിനക്കെന്ത് കഴിയും എന്ന് ചിന്തിക്കൂ. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. നിന്റെ വഴി നിന്റെ മുമ്പിൽ ദൈവം തെളിയിച്ചു തരും. നിനക്ക് മറ്റുള്ളവരിൽ പ്രചോദനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ പറഞ്ഞു. നീ മുമ്പ് നിന്റെ കൂട്ടുകാരോട് നല്ല രീതിയിൽ പ്രസംഗിക്കുമായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തേ അത് നിർത്തിയത്? അവർ ചോദിച്ചു. കൂട്ടുകാർ കളിയാക്കുന്നു. എനിക്ക് അവരുടെ പരിഹാസം സഹിക്കാൻ കഴിയുന്നില്ല, അവൻ പറഞ്ഞു. നീ ബൈബിൾ വായിച്ചിട്ടില്ലേ? പ്രവാചകന്മാർ എത്രമാത്രം പരിഹാസം സഹിച്ചാണ് ദൈവവചനം പ്രസംഗിച്ചത്. യേശുവിന് എത്രമാത്രം യാതനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നീ നിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുക. നിന്നെ നിന്ദിച്ചവർ നിന്നെ വന്ദിക്കുന്ന ഒരു ദിവസം വരും. സ്കൂളിലെ തൂപ്പുകാരിയിലൂടെ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു എന്ന് നിക്ക് ഉജീസിക് പറഞ്ഞിട്ടുണ്ട്. നിക്ക് നിർത്തിവച്ചിരുന്ന തൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ആദ്യമൊക്കെ പരിഹസിച്ചിരുന്നവർ നിക്കിൻ്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സിൽ നിക്ക് ബിരുദം നേടി. അപ്പോഴും അവൻ തൻ്റെ മോട്ടിവേഷണൽ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിക്ക് ഉജീസിക്കിൻ്റെ പ്രസംഗം ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ ലഭിച്ചു. രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു, കാലുകളില്ലാതെ. 2008 തൻ്റെ മോട്ടിവേഷണൽ പ്രസംഗങ്ങളുടെ യാത്രാവേളയിൽ കനിയ മിയാഹര എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി. നിക്കിനെ വിവാഹം ചെയ്യാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നെ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെടുമെന്നോ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, നിക്ക് ഉജീസിക് പറഞ്ഞു. നിക്ക് തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരി തൂകിക്കൊണ്ട് കനിയയോട് പറഞ്ഞു, നിന്നെ പുണരാൻ എനിക്ക് കൈകളില്ല, നിന്റെ ഒപ്പം നടക്കാൻ എനിക്ക് കാലുകളില്ല, പിന്നെ നീ എന്തിനെന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു? നിക്കിൻ്റെ എപ്പോഴും പ്രസന്നത കളിയാടുന്ന മുഖവും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനുള്ള കഴിവും സമൂഹത്തെ സഹായിക്കാനുള്ള മനസ്സും ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും കരുതലും തന്നിലും എല്ലാ ജീവികളിലും ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസവും നിക്കിൻ്റെ അതിരറ്റ ആത്മവിശ്വാസവും ദൈവവിശ്വാസവുമാണ് തന്നെ ആകർഷിച്ചത് എന്ന് കനിയ പറയുന്നു. കനിയയും നിക്കും തമ്മിലുള്ള മോതിരമാറ്റം എങ്ങനെ നടക്കും എന്ന് എല്ലാവരും ആലോചിച്ചു. തൻ്റെ കൈഭാഗത്തെ വിരലുകൾ പോലെയുള്ള ചെറിയ അവയവം കൊണ്ട് നിക്ക് കനിയയുടെ വിരലുകളിൽ മോതിരം അണിയിക്കുക തന്നെ ചെയ്തു. തൻ്റെ കൈവിരലുകളിൽ നിക്ക് കടിക്കുകയാണ് എന്നാണ് താൻ ആദ്യം കരുതിയത് എന്നാണ് കനിയ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 2012 അവർ വിവാഹിതരായി. ഇരട്ട കുട്ടികൾ സഹിതം 4 കുട്ടികൾ അവർക്കുണ്ട്. 2005 ലൈഫ് വിത്തൗട്ട് ലിംസ് എന്ന തൻ്റെ നാഷണൽ സംഘടനയ്ക്ക് നിക്ക് രൂപം നൽകി. 2007 ആറ്റിറ്റ്യൂഡ് ഈസ് ആറ്റിറ്റ്യൂഡ് എന്ന മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനു വേണ്ടിയുള്ള കമ്പനി രൂപീകരിച്ചു. ദ ബട്ടർഫ്ലൈ സർക്കസ് എന്ന ഫിലിമിൽ അദ്ദേഹം അഭിനയിച്ചു. 2010 മെത്തേഡ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചു. ആറ്റിറ്റ്യൂഡ് ഈസ് ആറ്റിറ്റ്യൂഡ് എന്ന ഷോർട്ട് ഫിലിമിലും സംതിങ് മോർ എന്ന ആൽബത്തിലും നിക്ക് ഉജീസിക് അഭിനയിച്ചു. യുവർ ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ്, ലിമിറ്റ്ലെസ്, ലൈഫ് വിത്തൗട്ട് ലിംസ് തുടങ്ങിയ ബെസ്റ്റ് സെല്ലറായ 15 പരം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. നിക്ക് ഉജീസിക്കിൻ്റെ പുസ്തകങ്ങൾ 40ഓളം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. തൻ്റെ പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സംഘടനകളിലൂടെയും അദ്ദേഹം കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനവും മാർഗദർശനങ്ങളും ആത്മവിശ്വാസവും പകർന്നു നൽകുന്നു. ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റായ അദ്ദേഹം ദൈവത്തിൻ്റെ അഗാധ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് നിക്ക് ഉജീസിക് എന്ന കൈകളും കാലുകളുമില്ലാത്ത മനുഷ്യൻ തൻ്റെ സന്ദേശങ്ങളുമായി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കുന്നു. നിക്ക് ഉജീസിക് എന്ന മനുഷ്യൻ്റെ ജീവിതം നൽകുന്ന മഹത്തായ പാഠങ്ങൾ പലതാണ്. 1. എല്ലാ മനുഷ്യർക്കും ദൈവം
ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ നിയോഗം തിരിച്ചറിഞ്ഞാൽ അവന് വിജയിക്കാൻ കഴിയും. 2. ആ നിയോഗം നമ്മെ ഓർമ്മപ്പെടുത്താൻ വരുന്നത് ചിലപ്പോൾ ഒരു തൂപ്പുകാരിയിലൂടെ ആയിരിക്കും. നിക്കിൻ്റെ ജീവിതം വഴിതിരിച്ചുവിട്ടത് സ്കൂളിലെ ഒരു സാധാരണ തൂപ്പുകാരിയാണ്. നമ്മൾക്കെവിടെ നിന്നും പ്രചോദനവും അറിവും ലഭിക്കാം. അത് തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മനസ്സുവച്ചാൽ അതുമാത്രം മതി നമ്മുടെ ജീവിത വിജയത്തിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങാതെ കാണുന്നതിനു വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നത് മറക്കാതിരിക്കുക. മണി ടെക് മീഡിയയിലേക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7905736093. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് മണി ടെക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.